ഗസ വെടിനിർത്തലിന് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ആഹ്വാനം ഉണ്ടായിരിക്കുന്നു ഉച്ചകോടിയിൽ എന്നുള്ളതാണ്. GCC US ഉച്ചകോടിക്ക് റിയാദിൽ സമാപനമായിരിക്കുന്നു. അഫ്താബ് റഹ്മാൻ വീണ്ടും ചേരുന്നുണ്ട്. അഫ്താബ്, ഉച്ചകോടിക്ക് സമാപനമാകുമ്പോൾ പ്രതീക്ഷയ്ക്കായുള്ള വാർത്തകൾ എന്തൊക്കെയാണ് അവിടെ നിന്ന്? നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യുദ്ധം അവസാനിപ്പിക്കുക. നേരത്തെ വെടിനിർത്തൽ എന്നുള്ള ചർച്ചകളായിരുന്നെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ചർച്ചകളിലേക്ക് GCC ഉച്ചകോടിയിൽ പങ്കെടുത്ത രാഷ്ട്ര നേതാക്കൾ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ യുദ്ധവിരാമത്തിലേക്ക് നീങ്ങാവുന്ന നടപടിക്രമങ്ങൾ ഉണ്ടാകണമെന്ന് ഇന്ന് ഈ ഉച്ചകോടി തുടങ്ങുന്ന സമയത്ത് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ അദ്ദേഹമാണ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൊട്ടു പിന്നാലെ ട്രംപ് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഗസയിൽ ഹമാസ് ഭരണത്തിലിരിക്കുന്ന കാലത്തോളം അത് എത്രമാത്രം വേഗത്തിൽ സാധിക്കുമെന്നുള്ളത് അറിയില്ല. അതിന് പകരം അവിടെ നിന്നും അവിടെ സ്ഥിരമായൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ ജനങ്ങളെ തട്ടിക്കൊണ്ടുപോകാത്ത ഈ ഒക്ടോബർ 7 ആക്രമണം സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അങ്ങനെ തട്ടിക്കൊണ്ടുപോകാത്ത ഒരു ഭരണകൂടം അവിടെ വേണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഹമാസ് തന്നെ അവരുടെ പ്രതികരണം വ്യക്തമാക്കിയതാണ്. അതായത് ഗസയിലെ ഭരണം ഒഴിയാൻ തയ്യാറാണ് എന്നുള്ളത് ഹമാസ് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രംപ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ ആ തരത്തിലൊരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടാൽ യുദ്ധവിരാമത്തിലേക്ക് കാര്യങ്ങൾ വേഗത്തിൽ നീങ്ങുമെന്ന ഒരു പ്രതീക്ഷ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചകോടി അവസാനിച്ചു. ഈ ഉച്ചകോടിയിൽ GCC രാഷ്ട്രങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടത് ഗസയിലെ സ്ഥിതിയും മേഖലയിലെ അസ്ഥിരതയും പ്രശ്നങ്ങളും തന്നെയാണ്. ഇതിലേക്ക് വേഗത്തിൽ പരിഹാരം വേണം എന്നുള്ളതാണ്. ട്രംപ് ഇപ്പോൾ റിയാദ് വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ നേരെ പോകുന്നത് ഇനി ദോഹയിലേക്ക്, ഖത്തർ തലസ്ഥാനത്തേക്കാണ് അദ്ദേഹം പോകുന്നത്. അവിടെയും ഇതിന്റെ തുടർച്ച ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്. അതായത് അവിടെ ഇസ്രായേലിൽ നിന്നുള്ള പ്രത്യേക സംഘം ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ കാത്തിരിക്കുന്നുണ്ട്. അവരുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തും. മാത്രവുമല്ല, ഇന്നൊരു പക്ഷേ ഈ വെടിനിർത്തലിലേക്ക് നയിക്കാവുന്ന കാര്യങ്ങൾ ഹമാസിന്റെ പ്രത്യേക പ്രതിനിധികൾ നേരിട്ടല്ലാതെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ യുദ്ധവിരാമത്തിലേക്കോ വെടിനിർത്തലിലേക്കോ ആദ്യഘട്ടത്തിൽ നീങ്ങാവുന്ന ഒരു നീക്കം ഇനി പ്രതീക്ഷിക്കുന്നത് ഖത്തറിൽ വെച്ചാണ്. അവിടെ ട്രംപ് അവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ട്രംപിന്റെ പ്രതിനിധികൾ അവരുമായി സംഭാഷണം നടത്തുകയും ഈ യുദ്ധവിരാമത്തിലേക്ക് നീങ്ങുമോ എന്നുള്ളതും ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ നമുക്ക് ഖത്തറിൽ നിന്നും ഒരുപക്ഷെ കേൾക്കാനായേക്കും. ശരി അഫ്താബ്.